ഹായ് എവ്രിവൺ. ഓക്കെ, നാളെ നമ്മുടെ വിഷു ഇൻ ദുബായ് ബോളിവുഡ് പാർക്കിൽ വെച്ച് നടക്കുന്ന ഷോ നമ്മുടെ സ്റ്റുഡിയോ 19 ആയിട്ട് കൊളാബറേറ്റ് ചെയ്താണ് നടക്കാൻ പോകുന്നത്. സോ ഇവിടെ സെലിബ്രിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ 2 ഡാൻസിന്റെ റിഹേഴ്സൽ നടക്കാണ്. ഒന്ന് ഷംന കാസിം ഉണ്ട്, സുനിത റാവു ഉണ്ട്. സുനിത റാവുവിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ചേച്ചി നമ്മുടെ D4 ഡാൻസിലുള്ളപ്പോൾ ഷീ വാസ് അവർ ഗ്രൂമർ. സൂപ്പർ കൊറിയോഗ്രാഫറാണ്. അപ്പോൾ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ചേച്ചിയും പെർഫോം ചെയ്യുന്നുണ്ട്. പ്രാക്ടീസ് നടക്കുക. സുനിത ചേച്ചിയെ നമുക്ക് സംസാരിപ്പിക്കാം. ചേച്ചി നല്ല ബിസിയാ. ഇതാണ് നമ്മുടെ ഡാൻസേഴ്സ്. ഹായ്. സ്റ്റുഡിയോ ഫുൾ ക്രൗഡഡാ. ഓക്കെ, അപ്പൊ നമുക്ക് ഷംനനെ കാണിച്ചു തരാം കേട്ടോ. ആള് ഭയങ്കര ടയേർഡായിട്ടിരിക്കും. ഉറക്കമൊക്കെ കഴിഞ്ഞ്. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നാളെ മധുരരാജ റിലീസ് ആവുക. ഷംന ഇസ് ദ. ഹായ്. ഓക്കെ, അപ്പൊ പറഞ്ഞോ, നാളെ നമ്മുടെ ഷോനെ പറ്റി പറഞ്ഞോ. അതെ, ഞങ്ങള് നാളെ വിഷു ഇൻ ദുബായ് ബോളിവുഡ് പാർക്കിൽ വെച്ച് നടക്കുകയാണ്. ആദ്യയുടെ ഡാൻസ് ടീമാണ് ഞങ്ങളോട് പെർഫോം ചെയ്യുന്നത്. സുനിത റാവു കൊറിയോഗ്രാഫിയിൽ ഞങ്ങളുടെ നാട്ടിലെ സുനിത റാവു ആണ് വന്നിരിക്കുന്നത്. ഹായ് ആസിഫ്, സൗജു, എല്ലാവർക്കും ഹായ് ഹായ് ഹായ്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നാളെ വേറൊരു കാര്യം കൂടിയുണ്ട്. മധുരരാജ റിലീസാണ്, ദുബായിൽ റിലീസാണ്. സോ നിങ്ങൾ എല്ലാവരും മൂവി പോയി തിയേറ്ററിൽ പോയി കാണണം. മമ്മൂക്ക ഫാൻസിനുള്ള ഒരു മാസ് പടം തന്നെയാണ്. ഞാനൊരു ചെറിയ ക്യാരക്ടറാണ് അതിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ വലിയ റോളൊന്നും അല്ല, ചെറിയ റോളാണ്. പക്ഷെ വലിയ പടത്തിലൊരു ചെറിയ റോൾ ചെയ്ത സന്തോഷം കൂടി എനിക്കുണ്ട്. അപ്പം അതെന്തായാലും നിങ്ങളത് കാണണം. പക്ഷെ നാളെ കണ്ടില്ലെങ്കിലും മറ്റന്നാൾ കാണാം. നാളെ ബോളിവുഡ് പാർക്കിലേക്ക് പ്രോഗ്രാം കാണാൻ വരണം. ഹായ് എല്ലാവർക്കും ഹായ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും പ്രോഗ്രാം കാണാൻ വരണം. ഹായ് എല്ലാവർക്കും ഹായ്. താങ്ക് യു സോ മച്ച്. വലിയ റോളൊന്നും അല്ല കേട്ടോ, ചെറിയ റോളാണ്. അപ്പം പിന്നെ പക്ഷെ എന്നാലും മമ്മൂക്കയുടെ പടം മധുരരാജ വൈശാഖേട്ടൻ്റെ പടത്തിലുള്ള ഒരു സന്തോഷം എനിക്കുണ്ട്. ഒരു ടീച്ചറായിട്ടാണ്. അപ്പൊ എല്ലാരും പോയി കാണണം. ഐ എം വെരി ഹാപ്പി. ഇന്ന് ഉച്ചയ്ക്ക് വന്ന ടീച്ചർ, അതെ ടീച്ചർ, പോലീസായിരുന്ന ടീച്ചറാണ്. എനിക്ക് പ്രൊമോഷൻ തന്നതാണ്. പോലീസായിരുന്ന ടീച്ചർ. പക്ഷെ മൊട്ടച്ചി ടീച്ചർ അല്ല കേട്ടോ, മുടിയൊക്കെ ഉള്ള ഒരു ടീച്ചറാണ്. ഹായ് ഷംന സീമ, അജീബ, റോയ്, താങ്ക് യു. സിനിമ കാണാൻ മറക്കരുത്. പ്രോഗ്രാമിനും വരണം ബോളിവുഡ് പാർക്ക്. വേറൊരു കാര്യം പറയാൻ വന്നത്, എന്നെ കാണാൻ നിങ്ങൾക്ക് വലിയ താല്പര്യം ഇല്ലെങ്കിലും നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ, നമ്മുടെ മലയാളത്തിലെ മെഗാ സ്റ്റാർ ഹീറോയിൻ മഞ്ജു ചേച്ചിയുണ്ട്. മഞ്ജു ചേച്ചിയുടെ പെർഫോമൻസും ഉണ്ട്. സോ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ പ്രാവശ്യം അതാണ്. കാരണം ഒരുപാട് ഷോ ചെയ്യുമ്പം ഒരുപാട് ആർട്ടിസ്റ്റുകളോട് സ്റ്റേ ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്കൊന്ന് ആദ്യത്തെ സ്റ്റേജാണ് മഞ്ജു ചേച്ചീൻ്റെ കൂടെ ഞാൻ പെർഫോം ചെയ്യുന്നത്. കാരണം മഞ്ജു ചേച്ചിനൊക്കെ കണ്ടു വളർന്ന ഒരാളുടെ ഒരു ഇതിൽ ഇന്നേ വരെ മഞ്ജു ചേച്ചീൻ്റെ കൂടെ എനിക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരേ സ്റ്റേജിൽ ഒരുമിച്ചല്ലെങ്കിലും ഒരേ സ്റ്റേജിൽ മഞ്ജു ചേച്ചീൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എല്ലാ പ്രോഗ്രാമും കാണാറുണ്ട്. ഷംന കാസിം നേരിൽ കാണാൻ ആഗ്രഹം, ഒത്തിരി 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 ആഗ്രഹം ഉണ്ട്. മുടി ഇനി നീട്ടുന്നില്ലേ? എല്ലാരും ഇതാണ് ചോദിക്കുന്നത്. മുടി നീട്ടാൻ ഉദ്ദേശിച്ചിരിക്കുക, വളർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നാളെ ഞാൻ മഞ്ജു ചേച്ചിക്ക് ഒരു ചെറിയൊരു ട്രിബ്യൂട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ജു ചേച്ചിന്റെ നല്ല നല്ല സോങ്സ് വെച്ച്. പിന്നെ ഞങ്ങളുടെ കണ്ണേട്ടനെ കണ്ടോ? നമ്മുടെ നമ്മുടെ സുനിത അവിടെ ഭയങ്കര പഠിപ്പിലാണ്. ഞങ്ങൾ ഇവിടെ ഭയങ്കര റെസ്റ്റിംഗ് ആണ്. ഒന്ന് പെർഫോം ചെയ്യൂ റോയ്. നാളെ ബോളിവുഡ് പാർക്കിൽ വാ. അപ്പം എന്റെ ഡാൻസ് മാത്രമല്ല, മഞ്ജു ചേച്ചിയുടെ ഡാൻസ് ഒക്കെ കാണാം. മഞ്ജുവിനെ കാണിക്കൂ. മഞ്ജു ചേച്ചിനെ ഞങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. മഞ്ജു ചേച്ചി വന്നില്ല. മഞ്ജു ചേച്ചി നാളെ എത്തുള്ളൂ. മഞ്ജു ചേച്ചിന് നല്ല ക്ലാസിക്കൽ പെർഫോമൻസ് ആയിരിക്കും. സോ നിങ്ങൾ എല്ലാവരും വരണം. എനിക്കൊരു ഹായ് തരാമോ? ശരത് ഹായ് ഹായ് ഹായ്. സോ ഞാൻ കൊടുക്കട്ടെ ആരൊക്കെ? സോ എല്ലാവരും നാളെ കാണാം ബോളിവുഡ് പാർക്കിൽ. കാണാതെ താങ്ക് യു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു. സോ നിങ്ങളെല്ലാവരും നാളെ ബോളിവുഡ് പാർക്കിൽ വരണം. അതുപോലെ മധുരരാജയും കാണണം. താങ്ക് യു. ബൈ. ആര്യ ആര്യ ഹലോ. ഓക്കെ, എനിക്ക് സുനിത ചേച്ചീനെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ചേച്ചി അവിടെ പ്രാക്ടീസിൽ വന്നോണ്ട് തലയൊക്കെ പുകഞ്ഞ് ചായ ഇങ്ങനെ കുടിച്ചോണ്ടേ ഇരിക്കുക.
അപ്പൊ എന്താ സംഭവം എനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ ടയേർഡ് ആവുമ്പോ എപ്പോഴും ഇങ്ങനെ ഞാൻ കട്ടൻ ചായ കുടിക്കും. ചേച്ചി ഇത്തിരി ഹൈ പ്രൊഫൈലാ, പാൽ ചായ കുടിക്കുള്ളൂ. ഓക്കെ. Position. Now, 1, 4 circle, 1 and 2 and 3 and 4 and. Okay? ചേച്ചി. ഓക്കെ, ഇതാണ് എൻ്റെ സുനിത ചേച്ചി. നാളെ ബോളിവുഡ് പാർക്കിൽ ചേച്ചി കളിക്കുന്നുണ്ടാവും. ഞാൻ D4-ലുള്ളപ്പോ ഞങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയാ സൂചിമ നിർത്തി കളിക്കുന്ന കൊറിയോഗ്രാഫറാണ്. അപ്പൊ ഇതാണ് സുനിത ചേച്ചി. എല്ലാരും നാളെ വരണം കേട്ടോ ബോളിവുഡ് പാർക്ക് കാണണം. ഡാൻസ് ശരിക്കും ഒറിജിനൽ ഡാൻസ് എന്താന്ന് കാണണോ പൊളിച്ചൊക്കെ ഉണ്ടാവും. എല്ലാരും വരാ. നീ കളിച്ചോ ഞാൻ ഡിസ്റ്റർബ് ചേച്ചി പുകഞ്ഞിരിക്കുവാ. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ നാളെ പൊളിച്ചടക്കുണ്ടാവും. ഞാൻ ശരിക്കും ഭയങ്കര എക്സൈറ്റഡാ. കാരണം എനിക്ക് പഠിപ്പിക്കണ്ടല്ലോ, അവരെന്നെ പഠിപ്പിക്കുക. പിള്ളേര് നല്ല ഹാപ്പിയാ. ന്യൂ ഇൻസ്ട്രക്ടേഴ്സിന്റെ ഒന്നും പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യം. അതും എൻ്റെ ഗുരുവായിരുന്നു. ഇപ്പൊ വന്ന് എൻ്റെ പിള്ളേരെ പഠിപ്പിക്കുക. അത് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ എല്ലാ ബ്ലെസ്സിങ്സിനും ഒത്തിരി ദൈവത്തോട് ഒത്തിരി നന്ദി പറയുന്നത്. പിന്നെ എനിക്ക് എൻ്റെ പാർട്ട്ണറിനെ ഭയങ്കരമായി മിസ് ചെയ്യുന്നുണ്ട്. ആള് നാട്ടിൽ പോയേക്കും അവസാനം. മിസ് ഹർ സോ മച്ച്. എല്ലാം കൂടെ ഒരു മിക്സഡ് ഇമോഷൻസാ. ഇതേ നമ്മുടെ രണ്ടെണ്ണം ഇന്ന് സുന്ദ ചേച്ചിനെ ഞെട്ടിച്ച രണ്ടെണ്ണ ചിരിച്ച് കൊളാവാക്കിയിട്ട്. ഓക്കെ, നമ്മുടെ പാരന്റ്സ് ഒരു ഹായ് പറഞ്ഞോ. ഓക്കെ, സൈനിങ് ഓഫ്. നാളെ എല്ലാവരും ബോളിവുഡ് പാർക്കിൽ വരാം. നമുക്ക് അവിടെ വെച്ച് അടിച്ചു പൊളിക്കാം. ബൈ.